നമസ്കാരം. കന്നിമാസം നമുക്ക് വരികയാണ്. കന്നിമാസം കർക്കിടക മാസം, ഇടവ മാസം പോലൊക്കെ തന്നെ നമുക്ക് കുറച്ച് ഇതിനും കർക്കിടക മാസമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പം ഇതുപോലൊക്കെ തന്നെ നമുക്ക് കുറച്ച് ദുർഘടങ്ങളുള്ള ഒരു മാസമായിട്ടാണ് നമുക്ക് കന്നിമാസത്തിനെ പറയുന്നത്. കന്നിയിലും കർക്കിടകത്തിലൊക്കെയാണ് കൂടുതലായിട്ടും മരണങ്ങൾ കേൾക്കുന്ന അവസ്ഥകൾ. മരണമല്ലാതെ എപ്പോഴാണ് സംഭവിക്കുക? ഈശ്വരൻ വിളിച്ചാലും പോയേ പറ്റും. പക്ഷെ കൂടുതലായിട്ടും മരണങ്ങൾ കേൾക്കുന്നത് കന്നിയിലും കർക്കിടകത്തിലും ഒക്കെയാണ്. അതുപോലെ കന്നിമാസം പഞ്ഞമാസം എന്ന് പറയാറുണ്ട്. പഞ്ഞങ്ങൾ നിറഞ്ഞൊരു ദരിദ്രം നിറഞ്ഞൊരു മാസമായിട്ട് പഴയകാലത്ത് ക്ഷാമകാലമായിട്ടൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് കന്നിമാസം വരികയാണ്. അപ്പം നമ്മൾ ഒരു മാസം നമുക്ക് വരുമ്പോൾ അവിടെ നമുക്കുണ്ടാവാവുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്കുണ്ടാവാവുന്ന ആ ഒരു ദോഷങ്ങൾ പരിഹരിച്ചു പോകാൻ നമ്മൾ പല എപ്പിസോഡുകളും നേരത്തെ ചെയ്യാറുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ പോലെ കന്നിയിൽ നമുക്ക് എന്തൊക്കെ ദുരന്തങ്ങൾ അല്ലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നമുക്ക് വരാൻ പോകുന്നത്, അല്ലെ അതിനുള്ള പരിഹാരം എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം കന്നി മാസം എന്ന് പറയുമ്പോൾ തന്നെ കന്നി രാശിയിലേക്ക് നമുക്ക് വരാം. അപ്പം കന്നി രാശി എന്ന് വെച്ചാൽ ദേശത്തുള്ള ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് വരാം. അതായത് ഉത്രം, കാല്, അത്തം, ചിത്തിരാര, ഇതാണ് നമുക്ക് കന്നിക്കൂറ് അല്ലെ കന്നി രാശിയിൽപ്പെടുന്ന ആൾക്കാർ. അപ്പം നമുക്ക് ഈ നഷ്ടപ്പെട്ട പുറത്ത് നിൽക്കുന്ന ആൾക്കാർ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട അവസ്ഥ നമുക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇവർക്ക് മാത്രമാണോ? അല്ല. പ്രത്യേകിച്ച് കന്നിക്കൂറുകാർക്ക് ഇപ്പം കണ്ടകശനി നടക്കുകയാണ്. കണ്ടകശനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ രാശിക്ക് 7, അതായത് മീനൻ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പം അത് കുറച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. ഈ നക്ഷത്രക്കാർക്ക് മാത്രമല്ല, വേറെ നക്ഷത്രക്കാർക്ക് ദോഷങ്ങളുണ്ട്. അപ്പം കന്നിയിൽ നമുക്കുണ്ടാകുന്ന ദുർഘടങ്ങൾ മാറാണ്ട് കന്നി രാശിയുടെ അധിപതി എന്ന് വെച്ചാൽ ബുധനാണ്. ശ്രീരാമത്തെ അവതാര വിഷ്ണുവിനെയാണ്. അവതാര വിഷ്ണു ഏതും ആവാം. ശ്രീരാമസ്വാമി ആവാം, നരസിംഹസ്വാമി ആവാം, നമുക്ക് മഹാവിഷ്ണു ആവാം, ലക്ഷ്മി നരസിംഹം ആവാം, സുദർശനമൂർത്തി ആവാം, ശ്രീവല്ലഭസ്വാമി ആവാം, ഈ കൃഷ്ണസ്വാമി ആവാം, ആരും ആവാം. ഭഗവാനെ സ്ഥിരമായിട്ട് ഭജിക്കുന്നത്, വീട്ടിൽ ശുദ്ധമായിട്ടുള്ള ദിനങ്ങളിൽ, കന്നിമാസം വീട്ടിൽ ശുദ്ധമായിട്ടുള്ള ദിവസങ്ങളിൽ വിളക്ക് കത്തിച്ച്, പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ചിട്ട് നമുക്ക് ശ്രീകൃഷ്ണ അഷ്ടകം നമ്മൾ ജപിക്കുന്നത്, ശ്രീകൃഷ്ണ അഷ്ടോത്തരശതി നാമാവലി നമ്മൾ ജപിക്കുന്നത്, ശ്രീകൃഷ്ണ സഹസ്രനാമം ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. തുളസിക്ക് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിക്കുന്നത്, തുളസി ദാനം ചെയ്യുന്നത്, വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പുസ്തകം ദാനം ചെയ്യുന്നത്, ഭഗവത്ഗീത ഇവയൊക്കെ ദാനം ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. വ്യാഴാഴ്ചകളിലും ബുധനാഴ്ചകളിലും ശുഭവസ്ത്രങ്ങൾ ധരിക്കുന്നത് സാധിക്കുമെങ്കിൽ ഈ കന്നിമാസത്തിൽ പറ്റുന്ന ബുധനാഴ്ചകളിലൊക്കെ അല്ലെങ്കിൽ പറ്റുന്ന വ്യാഴാഴ്ചകളിലൊക്കെ അടുത്തുള്ള അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമുക്ക് നമ്മളാൽ കഴിയാവുന്ന ശക്തിക്കൊക്കുന്ന വഴിപാട് സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. അപ്പം കന്നിയിലെ ദുർഘടങ്ങൾ ഒഴിയാൻ സഹായിക്കും. അതുപോലെ മാസത്തിലെ ആദ്യത്തെയോ അല്ലെ അവസാനത്തെയോ ശനിയാഴ്ച അടുത്ത ശിവക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ്. കന്നിമാസത്തിൽ ഗണപതി ഹോമം, ഒരു ചൊവ്വാഴ്ച ഒരു ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ വിശേഷമാണ്. നമ്മുടെ ദേശത്തോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകാറുള്ള ക്ഷേത്രങ്ങളിൽ എവിടെങ്കിലും നമുക്ക് ഒരു നേരത്തെ പൂജ കണ്ടു തൊഴുക, ഒരു നെൽപ്പറ സമർപ്പിക്കുന്നത്, നെയ്വിളക്ക് കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. ഇതുകൊണ്ടൊക്കെ നമുക്ക് ആ ഒരു കന്യമാസത്തിലെ ആ ഒരു ദാരിദ്ര്യം അല്ലെങ്കിൽ കന്യമാസത്തിൽ നമുക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആ കന്യമാസത്തിൽ നമുക്കുണ്ടാകുന്ന ദുരിതങ്ങൾ അല്ലെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, തടസ്സങ്ങളൊക്കെ വിശേഷം മാറിക്കിട്ടുന്നതാണ്. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.